നമസ്തേ ഇന്ത്യ, വെൽക്കം ടു BJ ടോക്ക് ഷോ. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് മാതാപിതാക്കളോടാണ്. നിങ്ങൾ ഈ വീഡിയോ കാണുക. ജനിച്ചു വീഴുന്ന ഓരോ കുട്ടിയും സ്വതസിദ്ധമായ കഴിവുകളോടെ പെരുമാറാൻ തുടങ്ങുന്നു. ഓരോ പുതിയ കാര്യങ്ങളെയും അവർ കൗതുകത്തോടെ സമീപിക്കുന്നു. പരിശ്രമിക്കുവാൻ അവർക്ക് മടിയില്ല. അവരുടെ മുന്നിൽ തടസ്സങ്ങൾ ഒരു വിഷയങ്ങളെയല്ല, കളിയാക്കലുകളെ അവർ പരിഗണിക്കുന്നേയില്ല. മുന്നിൽ വരുന്ന പ്രതിബന്ധങ്ങളെയെല്ലാം അവർ പരിശ്രമം കൊണ്ട് കീഴടക്കുന്നു. എന്നാൽ വിദ്യാലയത്തിലേക്ക് പോകുന്ന കുട്ടികൾ ഇതിന് ശേഷം എങ്ങനെയാണ് ആയിത്തീരുന്നത്? സർക്കസ് കൂടാരങ്ങളിൽ മൃഗങ്ങളെ പരിശീലിപ്പിക്കുന്നത് പോലെയുള്ള നമ്മുടെ വിദ്യാഭ്യാസ രീതി നമ്മുടെ കുട്ടികളെ മടിയന്മാരാക്കുന്നു, തെറ്റുകാരാക്കുന്നു, പ്രശ്നങ്ങളിൽ പെട്ടുപോകുന്ന സാഹചര്യങ്ങളിൽ തളർന്നു പോകുന്നവരാക്കുന്നു. അങ്ങനെ അവരുടെ കഴിവുകളെ മുരടിപ്പിച്ച് കളയുന്ന ഒരു വിദ്യാഭ്യാസ രീതിയുടെ ഇരകളാണ് ഒരു പരിധിവരെ നമ്മളും നമ്മുടെ കുട്ടികളും. തീർച്ചയായും പഴയകാലത്തെ ബ്രിട്ടീഷ് രാജ്യകാലത്ത് ജോലിക്കാരെ സൃഷ്ടിക്കാനായി തയ്യാറാക്കിയ ഒരു വിദ്യാഭ്യാസ രീതി, ആ വിദ്യാഭ്യാസ രീതിയുടെ തുടർച്ചയാണ് ഇന്നും നടന്നുകൊണ്ട് പോകുന്നത്. പല കാര്യങ്ങളും നമ്മൾ പഠിക്കേണ്ടിയിരുന്നില്ല എന്ന് നമുക്കറിയാം. പക്ഷേ ക്ലാസ് റൂമുകളിൽ അത് പഠിക്കുകയും ജീവിതത്തിൽ അത് ഉപകാരപ്പെടാത്ത സാഹചര്യത്തിലുമാണ് നമ്മൾ എത്തിച്ചേർന്നത്. അത് തലമുറകളായി കൈമാറി വരുന്നു. മാറേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. നമ്മൾ ഓരോരുത്തരും നമ്മുടെ കുട്ടികൾക്ക് പുതിയ അഡ്മിഷൻ എടുക്കുന്നതിന് മുമ്പ് ചിന്തിക്കേണ്ട വിഷയങ്ങളെ കുറിച്ചിട്ടാണ് ഞാനിവിടെ സംസാരിക്കാൻ പോകുന്നത്. യഥാർത്ഥത്തിൽ നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വിദ്യാലയങ്ങളല്ല, അത് വിദ്യാലയങ്ങളാണ്. അവിടെയാണ് നമ്മുടെ കുട്ടികൾ വന്നിട്ട് 12 വർഷത്തെ പഠനത്തിന് ശേഷം ഒരു റോഡ് മുറിച്ച് കിടക്കേണ്ടത് എങ്ങനെയാണെന്ന് അറിയാതെ, ഒരു പ്രശ്നം വരുമ്പോൾ അതെങ്ങനെയാണ് നേരിടേണ്ടതെന്നറിയാതെ പകച്ചു നിൽക്കുന്നത്. നമ്മളുടെ വിദ്യാഭ്യാസത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്ന് ലോക ചെസ് ചാമ്പ്യനായ പ്രജ്ഞാനന്ദൻ പറഞ്ഞ വാക്കുകളാണ്. വിജയം കഴിഞ്ഞപ്പോൾ ഇന്റർവ്യൂവർ ചോദിച്ചു, നിങ്ങൾ എങ്ങനെയാണ് ഈ വിശ്വവിജയം കൈക്കലാക്കിയത്? 14 വയസ്സ് മാത്രം പ്രായമുള്ള പ്രജ്ഞാനന്ദൻ പറഞ്ഞത്, ഞാൻ നഷ്ടപ്പെടുത്തിയ വിദ്യാഭ്യാസമാണ് എൻ്റെ വിശ്വവിജയത്തിന്റെ കാരണം. വിദ്യാഭ്യാസം കൊണ്ട് ഒന്നും നേടാത്ത ഒരു തലമുറയെ സൃഷ്ടിക്കുന്ന നമ്മുടെ വിദ്യാലയങ്ങളിലേക്ക്, ഞാൻ തിരുത്തി പറയുന്നു, നമ്മുടെ വിദ്യാലയങ്ങളിലേക്ക് നമ്മുടെ കുട്ടികൾ അയക്കേണ്ടതുണ്ടോ? മാസാമാസം ബസ് ഫെയർ, സ്കൂൾ ഫീസ് എന്ന ഇനത്തിൽ നല്ലൊരു എമൗണ്ട് വാങ്ങിച്ചെടുക്കുന്ന ഓരോ വിദ്യാലയങ്ങളും നമ്മുടെ കുട്ടികൾക്ക് ശരിയായ വിദ്യാഭ്യാസം നൽകുന്നേയില്ല. വാർഷിക പ്രോഗ്രസ് റിപ്പോർട്ട് ഒപ്പിടാൻ വിളിക്കുന്ന സാഹചര്യത്തിൽ നമ്മുടെ കുട്ടികൾ പ്രശ്നങ്ങളുടെ കുട്ടികളായിട്ടാണ് നമ്മുടെ മുന്നിൽ അധ്യാപകരും വിദ്യാഭ്യാസത്തിന്റെ അവിടെയുള്ള അധികാരികളും അറിയിക്കുന്നത്. ഇവൻ ആ പ്രശ്നമുണ്ട്, ഇവൻ ഈ പ്രശ്നമുണ്ട്, ഇവൻ പറഞ്ഞാൽ കേൾക്കത്തില്ല, ഇവൻ കള്ളം പറയും, കൂട്ടുകാരുമായി തല്ലുപിടിക്കും, പറഞ്ഞത് മനസ്സിലാക്കുന്നില്ല, ബുദ്ധി കുറവാണ്. ഇങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങളാണ് നമ്മളുടെ സ്കൂൾ അധികൃതർ നമ്മൾക്ക് മുൻപിൽ നമ്മുടെ കുട്ടികളെ നിർത്തിക്കൊണ്ട് അവതരിപ്പിക്കുന്നത്. നിങ്ങൾ തിരിച്ചറിയുക, ഇത്തരം പ്രശ്നങ്ങളുള്ള ആളുകളാണ് കുട്ടികൾ. ലോകത്തെല്ലാ കുട്ടികളും അങ്ങനെ തന്നെയാണ്. ഈ കുട്ടികളെ ഇത്തരം പ്രശ്നങ്ങളിൽ നിന്നും അവരുടെ ഏറ്റവും വ്യതിരിക്തമായ കഴിവിനെ തിരിച്ചറിയാൻ പറ്റുന്ന അധ്യാപക സംവിധാനമുള്ള ഒരു സ്കൂളുകളിലോട്ട് മാത്രമാണ് നിങ്ങൾ കുട്ടികളെ പറഞ്ഞു വിടാറ്. നിർഭാഗ്യമെന്ന് പറയട്ടെ, നമ്മുടെ നാട്ടിലെ ഭൂരിഭാഗം സ്കൂളുകളിൽ അങ്ങനത്തെ സംവിധാനമേ ഇല്ല. മാതാപിതാക്കളാണ് ഈ ലോകത്ത് വിശ്വവിജയികളായിട്ടുള്ള കുട്ടികളുടെ കഴിവുകളെ തിരിച്ചറിഞ്ഞ് അവർക്ക് പരിശീലനം നൽകിയിട്ടുള്ളത്. കുട്ടികളുടെ ഏറ്റവും മികച്ച കഴിവിനെ കണ്ടെത്തുവാൻ നിങ്ങൾക്ക് കഴിയും. അതിനുവേണ്ട ഒരേ ഒരു കാര്യം, നിങ്ങൾ നിങ്ങളുടെ കുട്ടികളോടൊപ്പം ചേർന്നിരിക്കുക, അവർ പറയുന്നത് ശ്രദ്ധിക്കുക, അവർ പറയുന്ന കാര്യങ്ങളെ കേൾക്കുക എന്നത് മാത്രമാണ്. സ്പോർട്സിലും ആർട്സിലും താല്പര്യമുള്ള നമ്മുടെ കുട്ടികൾ പാഠപുസ്തകങ്ങളിലെ വിഷയങ്ങൾ പഠിപ്പിച്ച് ഒന്നിനും കൊള്ളാത്തവരാക്കി മാറ്റുന്ന ഒരു കാലഘട്ടമാണ്. കാലം മാറി. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും വിർച്വൽ റിയാലിറ്റിയും നമ്മുടെ വിദ്യാഭ്യാസ രീതിയെ സ്വാധീനിച്ച ഈ കാലഘട്ടത്തിൽ നമ്മുടെ കുട്ടികൾക്ക് എന്താണ് നൽകേണ്ട ശരിയായ വിദ്യാഭ്യാസം എന്നത് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടതുണ്ട്. +2 കഴിഞ്ഞ കുട്ടിക്ക് അവന്റെ മാതൃഭാഷയിൽ എഴുതാനും വായിക്കാനും അറിയില്ല. ഫുൾ A+ കിട്ടിയ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിൽ പഠിച്ച കുട്ടികൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയില്ല. കണക്കിന്റെ അടിസ്ഥാനപരമായ കൂട്ടലും കുറയ്ക്കലും ഹരിക്കലും ഗുണിക്കലും അറിയില്ല. ഇത്തരം വിദ്യാഭ്യാസത്തിലൂടെ എന്താണ് നമ്മുടെ കുട്ടികൾ നേടിയെടുക്കുന്നത്? അതുകൊണ്ട് പ്രിയപ്പെട്ട മാതാപിതാക്കളെ, എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ളത്,
കുട്ടികൾക്ക് വേണ്ടി അഡ്മിഷൻ എടുക്കാൻ പോകുന്ന ഓരോ മാതാപിതാക്കളും അവരുടെ വിദ്യാലയങ്ങളോട്, വിദ്യാലയത്തിലെ അധികൃതരോട് ചോദിച്ച് മനസ്സിലാക്കുക, എന്താണ് നിങ്ങൾ ഞങ്ങളുടെ കുട്ടികൾക്ക് നൽകുന്ന ഗ്യാരണ്ടി? അവർക്ക് എഴുതാനും വായിക്കാനും അറിയാൻ പറ്റുമോ? ഒരു പ്രശ്നത്തെ അഭിമുഖ കുട്ടിയെ ലൈംഗികമായോ മാനസികമായോ ശാരീരികമായോ ഉപദ്രവിക്കുമ്പോൾ നോ പറയാൻ പറ്റാത്ത ഒരു വിദ്യാഭ്യാസമാണ് നമ്മുടെ കുട്ടികൾക്ക് നൽകുന്നതെങ്കിൽ എന്താണ് അതുകൊണ്ട് പ്രയോജനം? തീർച്ചയായിട്ടും നിങ്ങൾ ഓരോ മാതാപിതാക്കളും നിങ്ങളുടെ കുട്ടികളെ വിദ്യാലയങ്ങളിലേക്ക് അയക്കുമ്പോൾ ഇത്തരം പരിശീലനങ്ങൾ നൽകുന്ന വിദ്യാലയങ്ങളാണ് നിങ്ങളുടെ കുട്ടികൾ ചെന്നു ചേരേണ്ട ഇടങ്ങളെന്ന് ഉറപ്പാക്കുക. കുറേ ഫീസ് കൊടുത്ത് നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ ഒരിക്കലും വലിയ സ്കൂളുകളിലോട്ട് വിടേണ്ട ആവശ്യമില്ല. 10ാം ക്ലാസ് വരെ അവർ പഠിക്കേണ്ട അടിസ്ഥാനപരമായ വിദ്യാഭ്യാസം അത് ലഭിക്കുന്നുണ്ടോ എന്ന് മാത്രമാണ് അതിൻ്റെ ഉറപ്പാക്കേണ്ടത്. നിങ്ങളുടെ കുട്ടികളിലെ അടിസ്ഥാന കഴിവുകളെ നിങ്ങൾ തിരിച്ചറിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് അവന് താല്പര്യമുള്ള വിഷയത്തിൽ താല്പര്യമുള്ള പരിശീലനം നൽകാൻ പറ്റിയ പരിശീലകരെ കണ്ടെത്തുക എന്നുള്ളതാണ്. അത് സ്പോർട്സിലാണെങ്കിൽ അത്ലറ്റിക്കിലാവാം, കലയിലാവാം. ഇത്തരം കഴിവുകളെ തിരിച്ചറിഞ്ഞ് അതിനാവശ്യമായ പരിശീലനം കൊടുക്കുന്ന വിദ്യാലയങ്ങളിലേക്കാണ് നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ അയക്കേണ്ടത്. ആ വിദ്യാലയങ്ങളിലേക്ക് അയക്കുമ്പോൾ നിങ്ങൾ ഉറപ്പാക്കുക നിങ്ങളുടെ കുട്ടികളുടെ യഥാർത്ഥ കഴിവിനെ നിങ്ങൾ തിരിച്ചറിഞ്ഞുവെന്ന്. APJ അബ്ദുൽ കലാം പറഞ്ഞ പോലെ ഓരോ കുട്ടിയും ജനിച്ചു വീഴുന്നത് അഗ്നിച്ചിറകുകളുമായിട്ടാണ്. പക്ഷേ സർക്കസ് കൂടാരങ്ങളിലെ പരിശീലന ക്യാമ്പുകളിൽ പെട്ടുപോകുന്ന, അതുപോലെയുള്ള ട്രെയിനിങ്ങുകളിൽ പെട്ടുപോകുന്ന, അതുപോലെയുള്ള വിദ്യാലയങ്ങളിൽ പെട്ടുപോകുന്ന നമ്മുടെ കുട്ടികൾ ആ 2 ചിറകുകളും ഒതുക്കി വെച്ച് അല്ലെങ്കിൽ മുറിച്ചു കളഞ്ഞിട്ട് പറക്കാൻ കഴിവില്ലാത്തവരായി ചാടി നടക്കുന്നു. അതുകൊണ്ട് മാതാപിതാക്കളെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, പ്രജ്ഞാനന്ദൻ നഷ്ടപ്പെടുത്തിയ വിദ്യാലയമാണ് അവനെ വിശ്വവിജയിയാക്കിയത്. അതുകൊണ്ട് നിങ്ങളിൽ ഉറങ്ങിക്കിടക്കുന്ന, നിങ്ങളുടെ കുട്ടികളിൽ ഉറങ്ങിക്കിടക്കുന്ന വാസനകളെ കണ്ടെത്തുക, കഴിവുകളെ പരിശീലിപ്പിക്കുക. അതല്ല എങ്കിൽ 10ാം ക്ലാസ്സും 12ാം ക്ലാസ്സും ഡിഗ്രിയും കഴിയുമ്പോൾ, BTechഉം MBAയും കഴിയുമ്പോൾ നമ്മുടെ കുട്ടികൾ വിദേശ രാജ്യങ്ങളിലെ ഹോട്ടലുകളിലും വിദേശ രാജ്യങ്ങളിലെ ഹോസ്പിറ്റലുകളിലും ഏറ്റവും നല്ല ജീവിത സാഹചര്യം തേടി അലയുന്നവരായി മാറും. നമ്മുടെ കുട്ടികൾ നമ്മുടെ നാട്ടിൽ നിൽക്കേണ്ടവരാണ്. നമ്മുടെ കുട്ടികൾ അവരുടെ കുടുംബങ്ങളിലാണ് ജീവിക്കേണ്ടത്. അവർക്ക് ഏറ്റവും മികച്ച സാഹചര്യം ഒരുക്കാൻ ഒരേ ഒരു കാര്യം മാത്രമേ ചെയ്യേണ്ടതുള്ളൂ. അവരുടെ ഉള്ളിലെ കഴിവുകളെ കണ്ടെത്തുക, ആ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുക. നന്ദി, നമസ്കാരം.